ഇതുപോലെ അധികം പഴുക്കാത്ത വിളഞ്ഞ ചക്കയാണ്. ചക്കയും മാങ്ങയും കൊണ്ടുപോകാൻ വേണ്ടി കണ്ടില്ല. ഇതാണ് മാങ്ങയുടെ വലിപ്പം കണ്ടോ. ഇത്രയും വലിയ മാങ്ങ വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ ഗൈസ്? ഇന്നത്തെ ചക്കയും മാങ്ങയും വെക്കുന്ന ആളെ കണ്ടോ യൂട്യൂബില്? ഗൈസ് നമ്മൾ കൊണ്ടുവന്ന മാങ്ങയൊക്കെ ഏതാണ്ട് തീരാറ്. ചക്ക തീർന്നില്ല അമ്മ. എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. പയറൊക്കെ ഇരിക്കും. കണ്ണൊക്കെ റെഡി ആവണ്ടേ? കഴിഞ്ഞു. നമുക്ക് എല്ലാം കൂടെ കറക്റ്റ് 60 രൂപയാണ് കിട്ടിയേക്കുന്നത്, ചക്കയും മാങ്ങയും കൂടെ വെച്ചിട്ട്. ഹായ് ഫ്രണ്ട്സ്, എക്സോഡിവീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിതാ വീട്ടിൽ ചക്കയൊക്കെ വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ 2 ചക്ക ഇന്ന് അടുത്തിട്ട് ഇറങ്ങുമല്ലോ, ഒരുപാട് ചക്ക വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതാണ് പ്ലാവില്. അപ്പോൾ പിന്നെ അടുത്തിട്ട് കൊണ്ട് വിൽക്കാനുള്ള, ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് 6 മണിയോടെ തന്നെ 2 ചക്കയൊക്കെ അടുത്തതായിട്ടുണ്ട്. അമ്മ അങ്ങോട്ട് കാണിച്ചു ഉണ്ടോ. 2 ചക്ക നമ്മൾ എടുത്തു. ഇതാ ഞാൻ കാണിച്ചു. അതിനുശേഷം ഇപ്പോൾ ചക്ക എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചക്ക ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്, 2 കവറിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൊണ്ട് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാനുള്ള പരിപാടിയാണ്. പിടിച്ചു കണ്ടോ. ഇപ്പോൾ നമ്മൾ ചക്ക അരക്കൊക്കെ കളഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട്. അച്ചു അവിടെ കിടപ്പുണ്ട്. അങ്ങോട്ട് അച്ചു ആ ചക്കയൊക്കെ തിന്നിട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങോട്ട് അച്ചു അത് കണ്ട, അത് മൊത്തം അച്ചു എടുത്തുകൊണ്ടേ കടിച്ച് നശിപ്പിച്ചിട്ടേക്കണാണ്. നമുക്ക് ചക്ക എടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതും കൂടെ ഉള്ളൂ. കയ്യിലൊക്കെ അരക്കും അങ്ങനെയൊക്കെ ഇരുന്നുകൊണ്ടാണ് നേരത്തെ വീഡിയോ ഒന്നും എടുക്കാത്തത്. നമുക്കിപ്പോൾ ചക്ക ഇനിയും ഒരു പ്ലാവിലൊരു 5-6 കൂടെ 6 കൂടെ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കിപ്പോൾ ചക്ക സീസൺ ആണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മുടെ പ്ലാവിൽ ചക്ക ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല, അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പം അതിൻ്റെ വോയിസാണ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്, പാട്ടൊക്കെ. ഇതുപോലെ ചക്ക അടക്കുന്ന സമയത്ത് എണ്ണയൊക്കെ തൊട്ടിട്ട് വേണം ഇളക്കിയെടുക്കാൻ. എണ്ണയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, അത്യാവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ അരക്കൊക്കെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ലേ. പേപ്പറാണ് അരക്കെടുക്കാനായിട്ട് ഏറ്റവും എളുപ്പം കേട്ടോ. പേപ്പറും ചകിരി വെച്ചെടുക്കുന്നവരുണ്ട്. പിന്നെ വാഴയുടെ ഉണങ്ങിയ വാഴയിലൊക്കെ അത് വെച്ച് എടുക്കാറുണ്ട്. ഇപ്പം ഇത്ര ഇളക്കി ഇട്ടിട്ട് ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 9:30-10 മണിക്കുള്ളിൽ ചന്തയിൽ കൊണ്ടുപോയി ഇതെല്ലാം ഇന്ന് തന്നെ വിൽക്കണം. നല്ല വിളഞ്ഞതാണ്, തീരെ പഴുത്തിട്ടൊന്നുമില്ല. പഴുക്കം വരെ നിന്ന് കഴിഞ്ഞാൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല, ആൾക്കാരൊന്നും അധികം വാങ്ങിക്കില്ല. അധികം പഴുക്കാത്ത ചക്കയാണ്. ഇതുപോലെ അധികം പഴുക്കാത്ത വിളഞ്ഞ ചക്കയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റ് കിട്ടും. ഒരു ചക്കയുടെ വലിയൊരു പീസൊക്കെ തിന്നിട്ട് കിടക്കുന്ന ഒരുത്തനാണ്. ഇതുപോലെ ഇടയ്ക്ക് നമ്മൾ അവന് ഇട്ട് കൊടുക്കുകയും ചെയ്യും. അച്ചു വാ, അച്ചു കുറച്ച് പണിയുള്ള കാര്യം കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കൊന്നും അല്ല എടുത്തോണ്ടിരുന്നത്, ഞാനും അമ്മയുണ്ട്. അമ്മയാണ് എനിക്കിപ്പോൾ വീഡിയോ തരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു വലിയ ചക്ക ഉണ്ടായിരുന്നു, അത് ഞാനും അമ്മയും കൂടെ എടുത്ത് തീർത്തു. നല്ല കട്ടിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് എടുക്കുന്ന സമയത്ത് തറയിൽ വീഴാതിരിക്കാൻ വേണ്ടി പേപ്പർ ഇട്ടിരിക്കണേ. ഞാൻ തറയിൽ ഇതുപോലെ ഇളകിയൊക്കെ ഇരിക്കുന്ന ചക്കയൊക്കെ അന്നേരം തിന്ന് വന്നിരിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പച്ചക്ക് തിന്നാൻ തന്നെ അടിപൊളിയാണ്. ഇത് ചക്കയുടെ അറ്റത്തെ നമ്മൾ ഉരുണ്ട് വരുന്ന പോർഷനാണ്. അപ്പോൾ അവിടെ എടുക്കാനായിട്ട്, ചക്കയുടെ അരക്ക് എടുക്കാനായിട്ട് കുറച്ച് പാടുണ്ട്. ഇങ്ങനെ വളഞ്ഞിരിക്കും കണ്ടോ. കഴിഞ്ഞു, ലാസ്റ്റത്തെ പീസാണ്. ഇനി ഇത് ചന്തയിൽ കൊണ്ട് ഒരു 10 മണിയോടെ കൊണ്ടുപോയി വിറ്റിട്ട് അവിടെ നിന്ന് പച്ചക്കറിയും പിന്നെ മീൻ എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ചിട്ട് ഞാൻ അമ്മയും കൂടെ ആണ് പോകുന്നത്. വാങ്ങിച്ചിട്ട് നേരെ തിരിച്ചു വരും. അധികം സമയമൊന്നുമില്ല, ഒരു അരമണിക്കൂറത്തെ പരിപാടിയുള്ളൂ. പെട്ടെന്ന് തന്നെ ചന്തയൊക്കെ കൂടുന്നതും കഴിയുന്നതൊക്കെ വളരെ പെട്ടെന്നാണ്. ഒരു 9:30-9:45 അവിടെ എത്തി. ഒരു 10:30 10:30 ആകുമ്പോൾ തന്നെ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങണം. ഇവിടെ നിന്ന് അടുത്ത് തന്നെ, എൻ്റെ വീട് നെയ്യാറ്റിങ്കര പുന്നക്കാടാണ് നമ്മുടെ സ്ഥലം. ഇവിടെ അടുത്ത് തന്നെയാണ് ചന്ത. ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ മാറിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നാട്ടിൻപുറമാണ്. അപ്പോൾ ഒരുപാട് സാധാരണ മനുഷ്യരൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചക്ക, മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ ചന്തയിലൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടും. സീസണാണോ ഇല്ലയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സീസൺ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും വാങ്ങിക്കില്ല, എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ ചക്ക.
ഓക്കെ ഗൈസ്, അങ്ങനെ കഴിഞ്ഞു. നമ്മുടെ അവസാനത്തെ ചക്കയും എടുത്തു കഴിഞ്ഞു. അത് അത്രയും വേസ്റ്റാണ്. വേസ്റ്റൊക്കെ കുഴപ്പമില്ല. ഇതിപ്പോൾ വരിക്ക ചക്ക അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. വരിക്ക ചക്കയുടെ വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇടാൻ പറ്റില്ല. കാരണം അച്ചു അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചവണി വരെ എടുത്ത് തിന്നും. അങ്ങനത്തവനാണ് അവിടെ കിടക്കണ ആ ഒരു സാധനം. കണ്ട ചിരിച്ചുകൊണ്ട് കിടക്കണുണ്ടോ നിന്നെ തന്നെ ഉണ്ടോ. ഇതുപോലെ 2 കത്തിയാണെങ്കിൽ നമുക്ക് ചക്കയൊക്കെ എടുക്കാം. ഇത് വെട്ടാനും ചക്ക വലുതായിട്ടിരിക്കും വെട്ടാനും, പിന്നെ അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ 2 കത്തി. ഇനി ഇത് എണ്ണയൊക്കെ ഇട്ട് പതുക്കെ ചന്തയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം നമുക്കത് റെഡിയാക്കി എടുക്കാം. കുഴപ്പമില്ല. എനിക്ക് നേരത്തെ എടുത്ത് വെച്ച ചക്ക കേട്ടോ. ഇതും അത്യാവശ്യം വലിപ്പമുള്ളതാണ്. കാണിച്ചു കൊടുക്കാം. ഇതും കൂടെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുഴപ്പമില്ല. ഉണ്ടോ നല്ല അടിപൊളി ചക്ക. ഇത്തവണ ചക്ക എന്തോ നല്ല മധുരമുണ്ട്. മഴയില്ലാത്തതുകൊണ്ടായിരിക്കും. അതാ മധുരമാണ്. ഷുഗറുകാർക്കൊക്കെ കൊള്ളാം. നമുക്ക് മധുരവും കിട്ടും, ശരീരത്തിന് കേടും വരില്ല. പിന്നെ കാപ്പിയൊക്കെ കുടിക്കണം. അതിനുശേഷം ഒരു 9:30 ആകുമ്പം എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് ഇറങ്ങാം. ഇതാണല്ലോ ഞാൻ പ്ലാവ് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാവ്. ഒറ്റ പ്ലാവേ ഉള്ളൂ. ഇപ്പോൾ ചക്ക അത്യാവശ്യം നിൽക്കുന്നുണ്ട്. ഇതാ ഇവിടെ നിന്ന് 2 നമ്മൾ അടത്തത്. ഇപ്പോൾ 2, 4, 5 മേളിൽ 2, പിന്നെ 5-6 മേളിൽ നിൽപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം ചക്ക ഉണ്ട്. ഇപ്പോൾ എല്ലാം ചെറുതാണ്, ഇനി വളഞ്ഞു വരുന്നതേ ഉള്ളൂ. വേണ്ട ചക്കയുടെ കമ്പുമ്പോൾ അച്ചുവിന് ഭയങ്കര കൊല. അച്ചുവിന് തരാനൊരു തറയിൽ കിടക്കുന്ന ചക്ക ഉണ്ടോ. കഴിയുന്നോ? ഇത്രയും കൂടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് ഇനി ഇവിടുത്തെ പണി ഒതുക്കും. പിന്നെ ഇത് എവിടെയെങ്കിലും കളഞ്ഞാൽ മതി. നമ്മളങ്ങനെ ചക്ക 2 കവറിനകത്താക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ ചക്ക മാത്രമല്ല കേട്ടോ, നമുക്ക് മാങ്ങയും കൂടെ ഉണ്ട്. ഇന്നലെ വൈകുന്നേരം ഞാൻ മാങ്ങ അടത്തു. ഇവിടുത്തെ ഇതാണ് കേട്ടോ മാങ്ങ. ഞാൻ ഇന്നലെ അടത്തതാണ്. ഇതാണ് ഇവിടുത്തെ കപ്പമാങ്ങ. കപ്പമാങ്ങ എന്ന് പറയുമ്പോൾ ഈ വലിപ്പം കൊണ്ട് മാത്രമല്ല, ഈ കപ്പമാങ്ങയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അണ്ടി കുറവാണ്, മാങ്ങയാണ് കൂടുതൽ. ഇന്നലെ ഇന്നലത്തെ അടത്തേൻ്റെ ബാക്കിയാണ്. ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി വന്നത്. കണ്ടോ, ഇത്ര വലിപ്പമുള്ള മാങ്ങയൊക്കെ നമുക്ക് കിട്ടും. ഇത് മാത്രമല്ല, കാണില്ല ഇവിടെ ഒരു കവറിൽ ഫുള്ള് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാങ്ങകൾ, പിന്നെ ഇത്രയും കൂടെ കൊണ്ട് നമുക്കിന്ന് വിൽക്കാനുള്ളതാണ്. അപ്പോൾ അച്ചുവിന് കണ്ണിൽ മരുന്ന് ഒഴിച്ചു കൊടുക്കാനുള്ള ഐ ഡ്രോപ്സാണ്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ കണ്ണൊക്കെ റെഡി ആവണ്ടേ നമുക്ക്? കഴിഞ്ഞു. സാധാരണ ഗതിയിൽ അവരിങ്ങനെ കാണിച്ചു തന്നൊന്നുമല്ല. ഇത് ഇത്രയെങ്കിലും കാണിച്ചു തന്ന എന്തോ ഭാഗ്യം. ഇനി ചക്കയൊക്കെ കൊടുത്തോണ്ടായിരിക്കും. കണ്ടില്ലേ, കണ്ണിൽ ചെറിയൊരു കണ്ണുനീരായിട്ട് വരുന്നത് എൻ്റെ ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ട്. ഇപ്പം അവന് കുറവുണ്ടെന്ന് പറയാം. ഇപ്പോൾ 2 ദിവസമായി ഒഴിക്കാൻ തുടങ്ങി, 2-3 ദിവസമായി ഒഴിക്കാൻ തുടങ്ങിയിട്ട്. കുഴപ്പമില്ല, 2 ദിവസം കൂടെ ഒഴിച്ച് നോക്കട്ടെ, ഒരാഴ്ച ഒഴിച്ച് നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മളിതാ ചന്തയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ചക്കയും മാങ്ങയും കൊണ്ടുപോകാൻ വേണ്ടി. കണ്ടില്ലേ, ഇതാണ് മാങ്ങയുടെ വലിപ്പം. കണ്ടോ, ഇത്രയും വലിയ മാങ്ങ വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ ഗൈസ്? കണ്ടില്ലേ, നല്ല വലുതാണ്. അപ്പോൾ അതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാങ്ങ 2 കവറിലുണ്ട്, ചക്ക 2 കവറിലുണ്ട്. എല്ലാം കൂടെ എടുത്തിന് വണ്ടിക്കകത്ത് വയ്ക്കാം. എന്നാൽ പിടിച്ചു നോക്കാം. ഏകദേശം അങ്ങനെ നമ്മൾ ചന്ത എത്തിയിട്ടുണ്ട്. ഇതാണ് ചന്ത കൂടുന്ന സ്ഥലം. ഇപ്പോൾ 9:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. 10 മണിയോടെ എടുക്കുമ്പോഴത്തേക്ക് ആൾ വരും. നമ്മളിതിപ്പോൾ വണ്ടിയിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്തായാലും ആൾ വരുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് വിൽക്കണം. അമ്മയാണ് നിൽക്കണം കേട്ടോ. അമ്മ വിറ്റോളും, വേറെ പാടൊന്നുമില്ല. അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം.
പിന്നെ ഇത്രയും ഉണ്ട് നമുക്ക്. മാങ്ങയും ചക്കയും. ഓ അതെ അതെ ഉണ്ടോ? ഇന്നത്തെ ചക്കയും മാങ്ങയും വെക്കുന്ന ആളെ കണ്ടോ? യൂട്യൂബില് യൂട്യൂബ് ചാനലുണ്ടോ? ഉണ്ട്. ഇവിടെ അമ്മച്ചിമാരൊക്കെ രാവിലെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നേരത്തെ എത്തിയല്ലേ മലക്കറി എല്ലാവരും കച്ചവടം. നമ്മക്ക് ഇന്നാളുടെ തള്ളത്തെ സ്ഥലം കിട്ടി. 10 മണിയാകുമ്പോഴേ ഇനി ആൾക്കാരൊക്കെ വരുള്ളൂ. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല ചൂട്. ഭയങ്കര ചൂട്. നമ്മുടെ ചന്തര അടുത്തുള്ള വീട്ടിലെ മാമന്റെ പട്ടിക്കുട്ടി കേട്ടോ. ഇവൻ ഇടയ്ക്ക് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര വിരട്ടാണ്, കൊരയാണ് കേട്ടോ. വാടാ വാടാ വാടാ, പേടിത്തൂർ ഇതാ പോണ്. വാടാ വാടാ ഇങ്ങോടാ വാടാ വാടാ വാടാ, നിന്നെ നേരത്തെ നോക്കി വെച്ചതാണ്. വാടാ കുറയ്ക്കാതെ. എടാ പേടത്തുണ്ടോ? വാടാ ഇങ്ങോട്ട് വാടാ വാടാ. നീയാണ് ആൾക്കാരെ വരട്ടത്. ഞാൻ കണ്ടു അന്ന് വന്നപ്പോഴത്തേക്ക് വിരട്ടിയിട്ട് ഓർഡർ. വിരട്ട് മാത്രമേ ഉള്ളൂ, പക്ഷെ പേടി പോയി. വാടാ വാ. എന്തായാലും ചന്തകൂടാൻ സമയമായി വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് വരാം. അപ്പം അമ്മ എന്തായാലും അവിടെ ഉണ്ടാവും. ഇവിടെ നിന്നിട്ടും കാര്യമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. A few moments later. നമ്മൾ കൊണ്ടുവന്ന മാങ്ങയൊക്കെ ഏതാണ്ട് തീരാറ്. ചക്ക തീർന്നില്ല അമ്മ? ചക്ക എന്താ കുറച്ചേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. പയറൊക്കെ ഇരിപ്പുണ്ട്, പയറ്, മുരിങ്ങയില. അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ വരുന്ന ചന്തയാണ് കേട്ടോ. അങ്ങനെ കൈസ് വിജയകരമായിട്ട് നമ്മളിതാ ചക്കയും മാങ്ങയൊക്കെ വിറ്റ് തീർത്തിട്ടുണ്ട്. അവസാനം ഇരുന്ന് കുറച്ച് കേടായ മാങ്ങയൊക്കെ അപ്പുറത്തുള്ളവർക്കൊക്കെ കൊടുത്തു. പിന്നെ കുറച്ച് നമുക്ക് വേണ്ടി മാത്രം കുറച്ച് കറി വയ്ക്കാൻ വേണ്ടി കുറച്ച് ചക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം തീർന്നു കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കൊണ്ടുപോയി ചക്കയും മാങ്ങയൊക്കെ നമ്മൾ വിറ്റിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടെ കറക്റ്റ് ഇതാ 560 രൂപയാണ് കിട്ടിയിരിക്കുന്നത്, ചക്കയും മാങ്ങയും കൂടെ വെച്ചിട്ട്. അപ്പോൾ മാങ്ങയ്ക്ക് അധികം വിലയൊന്നും കിട്ടിയില്ല, ചക്കയാണ് കൂടുതലും നമുക്ക് വെക്കുന്നത്. എല്ലാ തവണ അങ്ങനെ തന്നെ ചക്ക കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് തീർത്തിട്ട് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. രണ്ടും കൂടെ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ പണിയെടുത്ത് കിട്ടിയതാണ്. ഞാനും അമ്മയും കൂടെ പണിയെടുത്ത് കിട്ടിയതാണ് 560 രൂപ കേട്ടോ. ഇതുപോലെ നമുക്ക് വീട്ടിലെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചക്ക, മാങ്ങ, മുരിങ്ങയ്ക്ക, അതുപോലെ തന്നെ വീട്ടിലുള്ള എന്ത് സാധനമാണെങ്കിലും പുളിഞ്ചിക്ക ആയിക്കോട്ടെ, അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് അതുപോലെ കൊണ്ടുപോയി വിൽക്കാൻ പറ്റും. അതുകൊണ്ട് കണ്ടില്ലേ, ഇന്ന് അടിപൊളി ദിവസം വരുന്ന സമയം. ഇപ്പോൾ 11 മണി ആയിട്ടേ ഉള്ളൂ. രാവിലെ തുടങ്ങിയ പണിയാണ്. ഇപ്പോൾ 11 മണിയായപ്പോൾ തന്നെ എല്ലാം വിറ്റ് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഇതുപോലുള്ള ഒരു ദിവസം എന്ന് പറയുന്നത്. ഇത് എപ്പോഴും ഉണ്ടാവുന്നതല്ല, ഇതൊക്കെ വല്ലപ്പോഴും കൂടെയാണ് ഇതുപോലുള്ള ചന്തയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളെ വീട്ടിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ ചക്ക എടുക്കുന്നതും ചക്ക ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നതും മാങ്ങ എടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതൊരിക്കും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.